IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ MLA DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ 7 കൊല്ലക്കാലമായി ജോലി ചെയ്യുന്ന, ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ കൊല്ലേണ്ടി വന്ന, കൊല്ലിയത് യഥാർത്ഥത്തിൽ കേസ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കൊന്നതാ മകനെ, പ്രായപൂർത്തിയായ മകനെ വിഷം കൊടുത്ത് കൊല്ലുക. അങ്ങനെ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാ? അത് ഞാൻ ആദ്യം പറഞ്ഞു. എന്റെ മരണശേഷം ഇവൻ ആശ്രയമുണ്ടാവില്ല എന്ന മാനുഷിക പ്രയാസത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഞാൻ മരിക്കുന്നതിനോടൊപ്പം ഇവനെയും കൊന്നേ പറ്റൂ എന്ന തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഒരു കത്ത്, ആ കത്തെല്ലാം പുറത്തു വന്നെയാണ്. ഇന്നയാളെ അവിടെ നിയമിക്കണം, അതിന് 10-25 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴെന്താ ചെയ്തേ? 7 കൊല്ലക്കാലമായി DCCയുടെ ട്രഷററായി പ്രവർത്തിക്കുന്ന വിജയന്റെ മകനായ അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുകൊണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ സംഭവിക്കുകയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. എന്നിട്ട് അതിന് പകരം ഈ കത്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിയ ആളെ നിയമിച്ചു. എന്നാ ഒരു പൈസ വാങ്ങിയതിന്റെ ഭാഗമായിട്ട് നിയമിച്ചു പോയി. അതിനുശേഷം 2 ഒഴിവ് ഇതേപോലെ വന്നു. ആ 2 ഒഴിവിലും നിയമിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ആ 2 ഒഴിവും പണം വാങ്ങിയിട്ട് നികത്തി നിയമിച്ചില്ല. ജോലിയില്ല, ആശ്രയമില്ല, ദൈനംദിനമെന്നോണം കടക്കണിയിൽപ്പെടുക. കടത്തിന്റെ ഭാഗമായിട്ട് ആകെ ഗുരുതരമായ പ്രതിസന്ധി, ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ. KPCC പ്രസിഡന്റിന് കത്ത്, 21 അയച്ചു കത്ത്. ഇതിപ്പോ 25 18 ദിവസം മുമ്പാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. 24-ന്റെ അവസാനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും കൊല്ലം 2021 മുതൽ 22, 23, 24-ന്റെ അവസാനം. ആ കൊല്ലം വരെ സുധാകരന്റെ അല്ലെങ്കിൽ DCC പ്രസിഡന്റിന് അയച്ച കത്തിന്റെ മറുപടിയില്ല. സുധാകരൻ ആദ്യം പറഞ്ഞു കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു ഞാൻ വായിച്ചു. അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണെന്നാണ് വിജയന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞത് ആത്മഹത്യയ്ക്ക് ശേഷം. സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയും ഇനി അന്തവും കുന്തവും ഇല്ലാതെ തന്നെ വെക്കാം, അങ്ങനെ പറയോ? KPCC പ്രസിഡന്റ് DCC ട്രഷററെ പറ്റി പറയാ, ആ കുടുംബത്തെ പറ്റി പറയാ അന്തവും കുന്തവും ഇല്ലാതൊരു കുടുംബമാണ്. ഒപ്പം അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ലല്ലോ. അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ പറയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്താ? കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ മരിച്ച വിജയന്റെ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന്, അതൊന്നും വേണ്ട, അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി എന്ന് VD സതീശൻ. രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? എല്ലാം കളവാണെന്ന്, ഒരു രേഖയില്ല, എല്ലാം കളവ് പറയുകയാണെന്ന്. ഇതാണ് 3 പ്രമുഖ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ വിശദീകരണം. ഒരാൾ പറഞ്ഞാൽ ഒരാൾ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇവർ 3 ആളും മത്സരിക്കുകയാണ്. അപ്പോ സുധാകരൻ പറഞ്ഞാൽ ഉടനെ VD സതീശൻ പ്രതികരിക്കും. VD സതീശൻ പ്രതികരിച്ചാൽ അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയും പ്രതികരിക്കും. 3 ആളും പ്രതികരിച്ചു, 3 ആളും എതിരാണ്. പത്രങ്ങളിലും വാർത്തകളിലും വരുന്നില്ല. ഒരു പത്രസമ്മേളനം വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരട്ടത്താപ്പല്ലേ എടുക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ആരെങ്കിലും ഒരാളെങ്കിലും എന്തായിരിക്കും ഇന്നത്തെ എത്ര ദിവസത്തെ ചർച്ചയായിരിക്കും വൈകുന്നേരം ഇല്ലേ? അന്ത്യചർച്ച മുഴുവൻ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തില്ലേ? CPM-ന്റെ ഏതെങ്കിലും പ്രവർത്തകനായിരുന്നുവെങ്കിൽ പണ്ട് ദിവ്യയുടെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയില്ലേ? എന്തേ നിങ്ങൾ ഈ ചർച്ച നടത്താത്തത്? ഞാൻ ആ പത്രസമ്മേളനം നടത്തുന്ന തലേ ദിവസം മലയാള മനോരമ മാത്രമാണ് ആ വിഷയം എടുത്തത്. കൈരടി എടുത്തിട്ടുണ്ട്, വേറെ ആരും എടുത്തില്ല. അപ്പൊ ഇരട്ടത്താപ്പാണ് നിങ്ങൾ നടത്തുന്നത്, ഇതുപോലുള്ള സംഭവങ്ങൾ മറച്ചുവെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്, കുറ്റവാളികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ചിലർ അത് എടുത്തത്. അപ്പോൾ വളരെ ഗൗരവപൂർണമായ ഒരവസ്ഥയിലാണ് ആ കുടുംബം നിൽക്കുന്നത്. സാമ്പത്തികമായ പ്രയാസത്തിലാണ്. ഞാൻ അവരെ കണ്ടതിന് ശേഷം പത്രക്കാരനോട് ചോദിച്ചു, കുടുംബങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ?
ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനിങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കി ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം ഞാൻ ആ രണ്ടാളോടും പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതാണ്. ധൈര്യപൂർവ്വം നേരിടണം. അല്ലാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗം ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ മനസ്സ് ഉലഞ്ഞ് ജീവിതം ഏതെങ്കിലും തരത്തിലേക്ക് എത്തിക്കില്ല വേണ്ടത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്.